ദൈവപുത്രാ ആരാധന, യേശുനാഥാ ആരാധന, ദൈവപുത്രാ ആരാധന, യേശുനാഥാ ആരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്ക് ആരാധന, ആരാധന യേശുവേ, ആരാധന യേശുവേ. രണ്ട് കരങ്ങളും കൂപ്പിപ്പിടിക്കാം. ഇത് ഈശോയാണ്. ഇന്ന് രാത്രി പിതാവായ ദൈവം തൊട്ട് വിളിക്കുകയാണ്. ദൈവം നിറഞ്ഞു നൽകുന്ന സ്ഥലമാണിത്. നമ്മുടെ ആത്മാവ് ഏത് അവസ്ഥയിലാണ് എന്നുള്ള ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു സെക്കൻഡ് പോലും പ്രാർത്ഥിക്കാത്തൊരു ഒരവസ്ഥയായിരിക്കാം. ഒരുപക്ഷെ ഒരിക്കൽ പോലും നല്ല ജീവിതത്തിന് ആഗ്രഹമില്ല, മദ്യപിക്കണം, കഞ്ചാവടിക്കണം, വഴക്കുണ്ടാക്കണം, അങ്ങനത്തെ സ്വഭാവത്തിന് അടിമയായിരിക്കാം. ഇന്ന് രാത്രി ദൈവം തൊടുകയാണ്. ദൈവം തൊട്ട് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഈ രാത്രി ഓരോരുത്തരെയും വിളിച്ചിട്ട് പറയാണ്, നിനക്ക് ഈ ജീവിതം തന്നത് ഞാനാ, നിൻ്റെ ജീവൻ തന്നത് ഞാനാ. അടുത്ത സെക്കൻഡിൽ നിനക്ക് എന്ത് സംഭവിക്കും എന്ന് നീ അറിയുന്നില്ല. നിനക്ക് ജീവനും ജീവിതം തന്ന ഞാൻ ഇന്ന് രാത്രി നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഹൃദയം ഒന്ന് തുറന്ന് ദൈവത്തിലേക്ക് തിരിയാൻ ഇന്ന് രാത്രി നിനക്ക് ഞാൻ അനുഗ്രഹം കർത്താവ് തരുന്ന രാത്രിയാണ്. ദൈവം ചോദിക്കുകയാണ്, ഈ ലോകമാണ് നിൻ്റെ ആശയെങ്കിൽ, ഈ ലോകത്തിലെ സുഖങ്ങളാണ് നീ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ എല്ലാ അവസാനം നീ എന്തായിരിക്കും? ലോകത്തിൻ്റെ സുഖലോലപത ലക്ഷ്യം വെച്ച് ജീവിച്ച ഒരുപാട് പേര് 18 വയസ്സിൽ, 26 വയസ്സിൽ, 30 വയസ്സിൽ, 28 വയസ്സിലൊക്കെ പല വിധത്തിൽ ഞരമ്പ് മുറുകി, പിരിമുറുക്കം പിടിച്ചും ഡിപ്രഷൻ ബാധിച്ചും സൂയിസൈഡ് ചെയ്തും ഡ്രഗ് അഡിക്റ്റായും അങ്ങനെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് ഹോട്ടൽ മുറികളിലും പല സ്ഥലത്തും തോക്കെടുത്ത് വെടിവെച്ചും സ്വയം മരിച്ച് അങ്ങനെ ജീവിതം ഒടുക്കുന്ന രംഗങ്ങളെക്കുറിച്ച് വിക്കിപീഡിയ തന്നെ, ലോകത്തിൻ്റെ തന്നെ ഒരു സൈറ്റ് അതിനുവേണ്ടി നമുക്ക് ബോധ്യം തരാൻ വേണ്ടി അത് പ്രവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധിക്ക് പ്രതിഫലം നൽകുന്ന ദൈവമുണ്ട്. ഗാനം ആലപിക്കുമ്പോൾ സ്വന്തം ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ടു പോയിടണം. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നു പോകും, പോയി മറയും. ഇന്നു മരണം നിന്നെ മുട്ടി വിളിച്ചെന്നാൽ ലോകത്തെ കൈവിട്ടു പോയിടണം. കർത്താവേ, ഈ ലോകത്തിൽ സമ്പത്ത് നേടാൻ, ജോലി നേടാൻ, ലോകത്തിൽ മറ്റുള്ളവരുടെ ബഹുമാനം നേടാൻ ഓടി നടന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാതെയായി, പള്ളിയിൽ ചെന്നാൽ എനിക്ക് അനുഭവമില്ലാതെയായി, ക്രമേണ ഹൃദയത്തിൻ്റെ കാഠിന്യം വർദ്ധിച്ച് കുർബസാരവും കുർബാനയും എനിക്ക് ഒന്നുമല്ലാതായി മാറി. ഇന്ന് ലോകപരമായ കാര്യങ്ങൾ മാത്രമാണ് വിലയുള്ളതായി എനിക്ക് തോന്നുന്നത്. വിശ്വാസ ജീവിതം ഞാൻ മങ്ങി. ഞാൻ വെക്കുന്ന വീടും ഞാൻ നേടുന്ന ജോലിയും ഞാൻ കൂട്ടിവെക്കുന്ന സമ്പത്തും ഇതെല്ലാം എന്നെ കൈവിട്ടു പോകും. എൻ്റെ ദൈവമേ, നിത്യാനിത്യ വിവേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ലോകത്തിൽ കൂട്ടിവച്ച സമ്പത്തെല്ലാം കർത്താവേ, അന്യർക്കു നൽകി നീ പോയി മറയും. കർത്താവേ, ലോകത്തിൽ കൂട്ടിവച്ച സമ്പത്തെല്ലാം നീ
എന്തുണ്ടു ലോകത്തിൽ ആശ നൽകാ സർവവും മായയായി മാഞ്ഞു പോകും. എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങളും കൂപ്പി ജീവിതത്തിൻ്റെ മനപ്രയാസങ്ങളെല്ലാം ഇപ്പോൾ യേശുവോട് സമർപ്പിച്ച് പറയുകയാണ്. ഒരുപക്ഷെ ഈ ധ്യാനം കേട്ട് ദൈവവചനം കേട്ട് ദുർമാർഗത്തിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിച്ച് മദ്യപാനവും അഴുക്ക് സ്വഭാവങ്ങളും ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ മാർഗത്തെ നീ പുലുകുമെങ്കിൽ ഒരുപക്ഷെ നിൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകെട്ടുകൾ നിന്നെ അധിക്ഷേപിച്ചേക്കാം. ഒരുപക്ഷെ നിൻ്റെ വിശുദ്ധ ജീവിതത്തെ ഈ ലോകം മനസ്സിലാക്കാതെ അപമാനവും നിന്ദനവും നിന്റെ മേൽ കോരിച്ചൊരിഞ്ഞേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധിയുടെ പ്രതിഫലത്തെ പ്രതീക്ഷിക്കാത്ത ജനത്തിൻ്റെ നടുവിൽ നീതിമാനായ ലോത്ത് ആ കാലഘട്ടത്തിൽ ദുഷ്ടരുടെ നടുവിൽ എങ്ങനെ വേദനിച്ചുവോ അതുപോലെ വേദനിക്കേണ്ടി വന്നേക്കാം. എങ്കിലും മകനെ മകളെ, ആ വേദന അവരുടെ മാനസാന്തരത്തിന് വേണ്ടി സ്വർഗത്തിൽ ഒരു നിക്ഷേപമായി കരുതണം. മിഡിൽ ഈസ്റ്റിലെ അനേകം വിശ്വാസികൾ തങ്ങളുടെ വേദനകൾ സ്വർഗത്തിൽ നിക്ഷേപമാക്കി ദൈവ തിരുസന്നിധിയിൽ നിക്ഷേപമുള്ളവരായി മാറുന്നത് പോലെ ദൈവഭക്തൻ തന്റെ ക്ലേശവും സഹനവും സ്വർഗത്തിൽ സമ്പത്താൽ കൂട്ടിവയ്ക്കും. ദൈവഭക്തൻ തന്റെ ക്ലേശവും സഹനവും സ്വർഗത്തിൽ സമ്പത്താൽ കൂട്ടിവയ്ക്കും. ലോകത്തിൽ ഭോഷനാ തോന്നിയാലും അവൻ സ്വർഗത്തിൽ മഹാനായി തീർന്നിടുമേ. ലോകത്തിൽ ഭോഷനായി തോന്നിയാലും അവൻ സ്വർഗത്തിൽ മഹാനായി തീർന്നിടുമേ. എന്തുണ്ടീ ലോകത്തിൽ ആശ നൽകാ സർവവും മായയായി മാഞ്ഞു പോകും. എന്തുണ്ടീ ലോകത്തിൽ ആശ നൽകാ സർവവും മായയായി മാഞ്ഞു പോകും. സർവവും മായയായി മാഞ്ഞു പോകും. സർവവും മായയായി മാഞ്ഞു പോകും. തുടർന്ന് ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന സമയത്ത് വർഷങ്ങളായി കുമ്പസാരിക്കാൻ ഒട്ടും പറ്റാതെ ഹൃദയം അടഞ്ഞുപോയ അവസ്ഥയുള്ളവർ ഹൃദയം തുറന്ന് ഹൃദയത്തിൽ എളിമപ്പെടുക. കർത്താവിനോട് പറയുക, കർത്താവേ, എനിക്ക് നല്ല കുമ്പസാരത്തിന് ഒരു അനുഗ്രഹം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ കുമ്പസാരത്തിന് സാധ്യതയില്ലാതെ ഏതെങ്കിലും കുമ്പസാരം ഇല്ലാത്ത സഭാവിഭാഗങ്ങളിലോ മതങ്ങളിലോ പെട്ട വ്യക്തിയാണെങ്കിൽ ഈ രാത്രി എളിമപ്പെടുക. കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത കണ്ട് പ്രതിഫലം നൽകി അനുഗ്രഹിക്കും. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയാണ് ദൈവസന്നിധിയിൽ നമ്മളിപ്പോൾ കാഴ്ചവെക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയും നന്നായി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം മക്കളിലേക്ക് വ്യാപിക്കും. ഈശോ പറഞ്ഞതിങ്ങനെയാണ്, പിതാവേ, അവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പനും അമ്മയും ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചാൽ ആ വിശുദ്ധിയുടെ ശക്തി മക്കളിലേക്ക് ഒഴുകാൻ തുടങ്ങും. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഈശോയിലേക്ക് കൈകൾ ഉയർത്തിപ്പിടിക്കുക. ഈശോ ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഈശോ പറഞ്ഞു, നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. നമുക്ക് കഴിയാത്തൊരു കാര്യം യേശു ആവശ്യപ്പെടില്ല. നമുക്ക് പറ്റും. അനേകം വിശുദ്ധന്മാർക്ക് പറ്റി, നമുക്ക് പറ്റും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ യത്നിക്കണം, പരിശ്രമിക്കണം. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. കൈകൾ ഉയർത്തി യേശുവിനെ വിളിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. ഈശോ കുരിശിൽ മരിച്ചത് നമുക്ക് വിശുദ്ധി നൽകാൻ വേണ്ടിയാണ്. ഈശോ ഇന്നലെ നമ്മൾ യേശുവിടെ കുരിശ് മരണത്തെ കുറിച്ച് കണ്ടു. കുരിശിൽ യേശു തന്റെ ജീവൻ അർപ്പിച്ചത് കറയോ കളങ്കമോ ഇല്ലാതെ നിർമ്മലമായൊരവസ്ഥയിൽ പിതാവിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. കൈകൾ ഉയർത്തി യേശുവിന്റെ നാമത്തെ ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവേ, യേശുവേ,
യേശുവേ കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ആത്മ ശരീര നൈർമല്യത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.